ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹെദർ ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അഗ്ലോണിമയുടെ സിംഗിൾ പ്ലാന്റ്സിൻ്റെ സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ. നമുക്കിതിപ്പോൾ കഴിഞ്ഞ തവണ ലോഡ് വന്നതിലൊക്കെ ആയിട്ടുള്ള ലാസ്റ്റത്തെ സ്റ്റോക്കാണ് കേട്ടോ. അത് വളരെ കുറച്ച്, അതായത് ഓരോ വെറൈറ്റിയും 2 എണ്ണം 3 എണ്ണം ഒരെണ്ണം അങ്ങനെയൊക്കെയാണ് നമ്മൾ അവൈലബിൾ ആയിട്ടുള്ളൂ ഇപ്പോൾ. അപ്പോൾ ആ കുറച്ച് പ്ലാന്റുകളാണ് നമ്മളിന്ന് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് നമ്മുടെ ലാസ്റ്റത്തെ സ്റ്റോക്കാണ് കേട്ടോ. ഇനി നമ്മൾ കുറച്ച് നാളത്തേക്ക് നമ്മൾ ഇൻഡോർ പ്ലാന്റ് പതിയെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യും. നമ്മൾ ഇനി മാക്സിമം ഔട്ട്ഡോർ ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും കുറച്ച് നാളത്തേക്ക് നോക്കുക. കാരണം എനിക്കിവിടെ ഇപ്പോൾ എന്താ പറയുക, നമ്മൾ ഈ ചെടികളൊക്കെ വെക്കുമ്പോഴേ ഭയങ്കര പൂച്ചശല്യമാണ്. ചെടികൾ ഇന്നും തട്ടി മറിച്ചിട്ടിട്ടും ഒടിഞ്ഞിട്ടും. അപ്പോൾ ഇപ്പം നിലവിലുള്ളത് കുറച്ച് നമ്മൾ അവസാനിച്ച്, ഇനിയിപ്പോൾ വെക്കേഷനൊക്കെ അല്ലേ, അപ്പോൾ സെയിലൊക്കെ നമ്മളൊന്ന് പതിയെ ഒന്ന് ഇത്തിരി കുറയ്ക്കാമെന്ന് എഴുതിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഔട്ട്ഡോർ പ്ലാന്റ്സ് ആയിരിക്കും കേട്ടോ ഇനി കൂടുതലും വരാം. അപ്പോൾ ഇത് അഗ്ലോണിമയുടെ ലാസ്റ്റത്തെ കുറച്ച് പ്ലാന്റ്സിൻ്റെ സ്റ്റോക്കാണ് കേട്ടോ. ഇതിലെല്ലാ വെറൈറ്റിയും ഒത്തിരി ഒന്നും ഉണ്ടാവില്ല, 1 എണ്ണം 2 എണ്ണം അങ്ങനെയൊക്കെ തന്നെ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ അതിന് മുൻപ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്ലാന്റ്സ് എന്ന് പറയുന്നത്, നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ ഫസ്റ്റ് പ്ലാന്റ് വന്നിട്ട് ഇതാണ് കേട്ടോ. ഇത് ഞാരോ ആണേ, പീച്ച് പോലത്തെ ഞാരോ കണ്ടോ, ഈ ഒരു വെറൈറ്റിയാണ് കേട്ടോ. ഇതിൻ്റെ നനച്ചിട്ടില്ല, അതിൻ്റെ ക്ഷീണമുണ്ട് കണ്ടോ, ഭയങ്കര ഡ്രൈ ആയിട്ടാണ് ഇരിക്കണത് പ്ലാന്റുകൾ. ഇത് വീഡിയോയ്ക്ക് ശേഷം വേണം എല്ലാം എടുത്ത് വെക്കുമ്പോൾ നനയ്ക്കാനായിട്ട്. അപ്പോൾ ഇതേ 2 പ്ലാന്റ് മാത്രമേ ഇതിൻ്റെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. ഇതിന് റേറ്റ് വന്നിട്ട് 220 കേട്ടോ റേറ്റ് വരുന്നത്. ഈ 2 എണ്ണം മാത്രമേ ഉള്ളൂ, വേറെ ഒറ്റ പ്ലാന്റും ഇതിൻ്റെ ഇല്ല കേട്ടോ. നല്ല ഗ്രോത്തും അതുപോലെ തന്നെ ഇന്ന് വരെ ഒരു കംപ്ലയിൻറ്റ് വരാത്തൊരു പ്ലാന്റാണ് കേട്ടോ. ഇത് ഞാൻ വെച്ചതിൽ ഇതുവരെ എനിക്കൊരു കംപ്ലയിൻറ്റ് പോലും വരാത്ത പ്ലാന്റും പെട്ടെന്ന് ഗ്രോത്ത് വരുന്ന പ്ലാന്റും പെട്ടെന്ന് ലീഫ് വരുന്ന പ്ലാന്റുമാണിത്. ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ പ്ലാന്റ് വന്നിട്ട്. നമുക്ക് ഈ വീഡിയോയിൽ നമുക്ക് ഒരു 4 ഉണ്ടെങ്കിലും അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ സൂപ്പർ വൈറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ നമുക്കുള്ളത് സൂപ്പർ വൈറ്റ് ആണ് കേട്ടോ. ഇതേ കണ്ടോ, 170 സൂപ്പർ വൈറ്റിൻ്റെ റേറ്റ് വരുന്നത്. ഈ സൈസിലുള്ള പ്ലാന്റുകളാണ് കേട്ടോ, ചെറുതൊന്നല്ല, അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റുകളാണ്. ഇതിൻ്റെ ഈ 3 എണ്ണം കൂടാണ്ട് എക്സ്ട്രാ ഒരു 4 പ്ലാന്റും കൂടി നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് സൂപ്പർ വൈറ്റ് കേട്ടോ. ഇതാണ് നെക്സ്റ്റ് പ്ലാന്റ് വന്നിട്ട്. പിന്നെ അടുത്ത പ്ലാന്റ് വന്നിട്ട് ഈ പിക്ചർ ഡ്രൈ കളറിൻ്റെ പ്ലാന്റാണ്. ഇത് ഒറ്റ പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ, വേറെ ഇല്ല കേട്ടോ. 250 ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഷൂട്ട്സൊക്കെ വരുന്നുണ്ട് കേട്ടോ അടിയിൽ നിന്ന്. ഇതിൻ്റെ സിംഗിൾ പ്ലാന്റേ ഉള്ളൂ. പിന്നെ നമുക്ക് നെക്സ്റ്റ് വന്നിട്ട് ഇതേ അഗ്ലോണിമയുടെ എന്താ പറയുക 10 ക്യാരറ്റിൻ്റെ പ്ലാന്റാണ്. ഇതിൽ 1 എണ്ണം കളറുള്ള വെറൈറ്റിയും 1 എണ്ണം കളറില്ലാത്തതാണ്. ഇത് രണ്ടും 2 സ്ഥലത്തു നിന്ന് വന്നിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ. 2 പ്ലേസിൽ നിന്ന് വന്നിട്ടുള്ളത്, അതിൻ്റെ ആണോന്ന് അറിയില്ല കളർ വ്യത്യാസം. ഇത് ചെറിയ പ്ലാന്റ്, രണ്ടും എനിക്ക് ഒരു കുഞ്ഞ് 7 cm പോട്ട് സൈസിൽ കിട്ടിയിട്ടുണ്ടായിരുന്ന പ്ലാന്റാണ്, വെച്ചിട്ട് ഇങ്ങനെ ഗ്രോത്ത് വന്നിട്ടുള്ളതാണ് കേട്ടോ ഈ പ്ലാന്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ 2 റേറ്റിൻ്റെയാണ്. ഇത് 240 കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ ഉള്ളത് ഇതാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 200 കേട്ടോ. പല സ്ഥലത്തു നിന്നും പല റേറ്റിന് കിട്ടുന്നതിൻ്റെ വ്യത്യാസമുണ്ട്, അതുകൊണ്ടാണ്. ഇതിൻ്റെ ഈ കാണുന്ന 2 സിംഗിൾ പ്ലാന്റ് തന്നെയുള്ളൂ കേട്ടോ, എക്സ്ട്രാ ഇല്ല. പിന്നെ നമുക്ക് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ഗ്രീൻ സ്പാർക്ലിങ്ങിൻ്റെ ഒരു പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് അടുത്തത് വരുന്നത്. 170 കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇതിൻ്റെ നമുക്കൊരു എക്സ്ട്രാ 2 എണ്ണം കൂടി ഉണ്ടാവും, വേറെ ഇല്ല കേട്ടോ, ഇത് കഴിഞ്ഞു. പിന്നെ അടുത്ത് വന്നിട്ട് ഗോൾഡൻ സ്പൂണിൻ്റെ ഒരു പ്ലാന്റ് ആണ്. ഇത് സിംഗിൾ പ്ലാന്റ് ആണുള്ളത്. 200 പ്ലാന്റിൻ്റെ ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ, സിംഗിളേ ഉള്ളൂ, എക്സ്ട്രാ ഇല്ല. നെക്സ്റ്റ് നമുക്ക് വന്നിട്ട് ഈ ഡയമണ്ട് പിങ്കിൻ്റെ ഡബിൾ ഷൂട്ട് വന്നിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ. ഇതേ കണ്ട, ഡബിൾ ഷൂട്ടാണ് പ്ലാന്റ് വന്നിട്ട്, ഡബിൾ ഷൂട്ടായിട്ടുള്ള പ്ലാന്റ്. ഇതിന് റേറ്റ് വന്നിട്ട് 270 കേട്ടോ റേറ്റ് വരുന്നത്. ഒരേ വലുപ്പമാണ് കേട്ടോ 2 ഷൂട്ട് വരുന്നത്. ഇത് മാത്രമേ നമുക്ക്, ഈ 2 എണ്ണം മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ, വേറെ ഇല്ല കേട്ടോ. നെക്സ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് ഇത് കേട്ടോ. ഇത് വന്നിട്ട് ബാത്തിക്കിൻ്റെ ആണെന്ന് തോന്നുന്നു കേട്ടോ. ഈ ഒരു പ്ലാന്റ് വന്നിട്ട് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഫ്ലവറൊക്കെ വന്നിട്ടുള്ള പ്ലാന്റാണ് ഈ രണ്ടും വരുന്നത്. ഇതിൻ്റെ നമുക്ക് ഒരു 2 എണ്ണം കൂടിയും എക്സ്ട്രാ കാണും കേട്ടോ. ഇതിൻ്റെ 2 പ്ലാന്റും കൂടി ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നു. അത് എനിക്ക് 2 എണ്ണം അല്ലെങ്കിൽ 1 എണ്ണം, കാരണം ഏതോ ഒന്നിൻ്റെ റൂട്ടിലാണ് നമ്മളിങ്ങനെ വെക്കണ സമയത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അത് മാറ്റി വെച്ചോ ഇത് എനിക്ക് ഓർമ്മയില്ല, നോക്കണം. എന്തായാലും 1 എണ്ണം ഉറപ്പായിട്ടുണ്ടാവും ഇതിൻ്റെ എക്സ്ട്രാ കേട്ടോ. ഇതാണ് പ്ലാന്റ് വരുന്നത്. ഇതിന് റേറ്റ് വന്നിട്ട് 180 കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇതേ നെക്സ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ. ഇത് വന്നിട്ട് നമ്മുടെ ഗ്രീൻ ലിസി ഇല്ലേ, അതിൻ്റെ പ്ലാന്റാണ്, അല്ലെങ്കിൽ പിങ്ക് ഡോട്ടർ എന്ന് പറഞ്ഞ ആ ഒരു വെറൈറ്റിയാണ് കേട്ടോ. അത് 200 ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഈ 2 എണ്ണേ ഉള്ളൂ, എക്സ്ട്രാ ഇല്ല. നെക്സ്റ്റ് വന്നിട്ട് റെഡ് ഏഞ്ചലിൻ്റെ പ്ലാന്റാണ് കേട്ടോ. ഇത് എക്സ്ട്രാ 1 കൂടിയും കാണും.
160 റേറ്റ് വരുന്നത്. ഇതാണ് സൈസ്. പിന്നെ നമുക്ക് ഉള്ളത് ഈ ഒരു വെറൈറ്റിയാണ് കേട്ടോ. ഇതിൻ്റെ പേര് ഞാൻ മറന്നു. ഈ ഒരു വെറൈറ്റിയാണ്. ഇതിന് റേറ്റ് വന്നിട്ട് 200 കേട്ടോ. അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റാണ്. നെക്സ്റ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇത് വന്നിട്ട് നമ്മുടെ ഫിജി റെഡിൻ്റെ പ്ലാന്റാണ്. ഇതേ 2 പ്ലാന്റാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഫിജി റെഡ് കാണില്ലേ, ഇതാണ് സൈസ് വരുന്നത്. ഇതിന് റേറ്റ് വന്നിട്ട് 170 കേട്ടോ. ഈ 2 എണ്ണം മാത്രമേ ഉള്ളൂ, എക്സ്ട്രാ ഇല്ല കേട്ടോ പ്ലാന്റ്. ഇത് സീലിംഗ് അല്ല, അതിലും വിട്ട് വലിപ്പമുള്ള സീലിംഗ് നമുക്ക് വേറെ ഉണ്ട് 90-ൻ്റെ. ഇത് അതിലും വിട്ട് വലിപ്പമുള്ള പ്ലാന്റാണ് കേട്ടോ. 170 റേറ്റ് വരുന്നത്. പിന്നെ വന്നിട്ട് ഇത് വാലൻറ്റൈൻ്റെ പ്ലാന്റാണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. 140 കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇതിൻ്റെ ഉണ്ട് കേട്ടോ, ഒരു 3-4 പ്ലാന്റ് ഉണ്ട്. പിന്നെ നമുക്ക് വന്നിട്ട് ഇതാണ് കേട്ടോ. ഇത് വന്നിട്ട് നമ്മുടെ സെൻസ്റ്റാർ അല്ലെങ്കിൽ മഹാശക്തി എന്നറിയില്ല, ആ ഒരു വെറൈറ്റിയാണ്. സിംഗിൾ പ്ലാന്റ് ആണ് ഉള്ളത്, എക്സ്ട്രാ ഇല്ല. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 240 കേട്ടോ. വേറെ പ്ലാന്റ് നമുക്കില്ല കേട്ടോ, ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു പപ്പായയുടെ ഒരു പ്ലാന്റാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതിന് റേറ്റ് വന്നിട്ട് 230 റേറ്റ്. ഇത് ഒറ്റ ഒരെണ്ണമുള്ള, വേറെ ഇല്ല. നനയ്ക്കാത്ത കാരണം എല്ലാത്തിനും ഒരു ക്ഷീണമുണ്ട്, ഡ്രൈ ആയിരിക്കണമുണ്ട്. പിന്നെയുള്ളത് ഈ ഒരു വെറൈറ്റിയാണ് കേട്ടോ. ഇതിൻ്റെ പേര് ഞാൻ മറന്നു. ഇത് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഞാൻ ലിസ്റ്റിൽ ID നോക്കിയിട്ട് പറഞ്ഞുതരാം കേട്ടോ, എന്താണ് ഇതിൻ്റെ ID എന്നുള്ളത്. ഈ ഒരു വെറൈറ്റി ഇതിൻ്റെ കളർ കുറച്ച് ചേഞ്ചാണ് കേട്ടോ. പിങ്കും അല്ല, ഒരു മജന്ത പോലത്തെ ഒരു കളറാണിത്. ഇതിന് റേറ്റ് വന്നിട്ട് 200 കേട്ടോ. റേറ്റ് ഒരെണ്ണേ ഉള്ളൂ കേട്ടോ, എക്സ്ട്രാ ഇല്ല. അതുപോലെ ഇത് വന്നിട്ട് സ്റ്റാർഡസ്റ്റ് ആണ്. ഇതും ഒരു പ്ലാന്റാണ് നമുക്കുള്ളത്, എക്സ്ട്രാ ഇല്ല കേട്ടോ. 200 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. സിംഗിൾ പ്ലാന്റേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റത്തെ പ്ലാന്റ് വന്നിട്ട് ഇതാണ് കേട്ടോ, മിൽക്കി വൈറ്റിൻ്റെ പ്ലാന്റ്. ഈ 3 എണ്ണമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. മിൽക്കി വൈറ്റ് കേട്ടോ, 170 റേറ്റ് വരുന്നത്. നല്ല സ്ട്രോങ് പ്ലാന്റ് ആണ് കേട്ടോ. മിക്കതും ഫ്ലവർ വന്നിട്ടുള്ള പ്ലാന്റുകളാണ്. കണ്ടില്ലേ 3 എണ്ണം. ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റത്തെ പ്ലാന്റ്. അപ്പോൾ ഇത്ര പ്ലാന്റ്സാണ് നമുക്കിന്ന് സെയിലിനായിട്ടുള്ളത്. ഓരോന്നും എത്ര ഉണ്ടെന്നും സൈസും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അതിൽ 1-2 വെറൈറ്റിയാണ് എക്സ്ട്രാ ഒരു 2 എണ്ണം അങ്ങനെയൊക്കെ എടുക്കാനായിട്ടുള്ളത്. ബാക്കിയുള്ളതൊക്കെ മാക്സിമം ഈ പറഞ്ഞ സിംഗിൾ 2 എണ്ണം അങ്ങനെയൊക്കെയാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് ഓർഡർ ചെയ്യാൻ താല്പര്യമുള്ളവർ ചെയ്യുക. നമുക്കിതിൻ്റെ കൊറിയർ വന്നിട്ട് മൺഡേ ആണ് കേട്ടോ കൊറിയർ വരുന്നത്. മൺഡേ ആയിരിക്കും നമ്മൾ അയക്കുക. അപ്പോൾ ആർക്കെങ്കിലും ഇതിലേതെങ്കിലും പ്ലാന്റുകൾ വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഒന്നെങ്കിൽ പ്ലാന്റിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ID പറഞ്ഞാലും മതി. എനിക്കറിയാവുന്നതിൻ്റെ ID ഒക്കെ ഞാൻ ഇതിൽ പറഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താല്പര്യമുള്ളവർ മെസ്സേജ് അയയ്ക്കുക.